അരുൺ, ഇന്ന് ഹൈക്കോടതി നിർത്തിപ്പൊരിച്ചിട്ടുണ്ട്. പറയേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏകോപനമില്ല. 6 മാസം മുൻപേ മുന്നൊരുക്കങ്ങൾ നടത്തണമായിരുന്നു. ദേവസ്വം ബോർഡ് നേരത്തെ പറഞ്ഞതൊന്നും നടന്നില്ലല്ലോ. ഇത്രയും പേരെ എന്തിനു കയറ്റുന്നു? ആളുകളെ തിരികെ കയറ്റിയിട്ട് എന്തു കാര്യം? ശാസ്ത്രീയമായ രീതിയിൽ എന്തുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ല? അങ്ങനെ 10-16 ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. പുതിയ ദേവസ്വം പ്രസിഡന്റ് കുറ്റസമ്മതം നടത്തുന്നു, തുറന്നു പറയുന്നു, പ്രശാന്തിനെ കുറ്റപ്പെടുത്തുന്നു, ഏകോപനം ഉണ്ടായില്ലെന്ന് പറയുന്നു. എന്നാൽ പഴയ ദേവസ്വം ബോർഡ് എല്ലാം ചെയ്തു വച്ചിട്ടാണ് പോയതെന്ന് പറയുന്നു. ഒന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ല. എന്താണ് ശബരിമലയിൽ അതിനുശേഷം അരുണും മിഥുനുമൊക്കെ കണ്ടത്? കൃഷ്ണ, ഏറെ വേദനയോടെ മാത്രമാണ് ഈ ഒരു സമയത്ത് നമുക്ക് സന്നിധാനത്ത് നിൽക്കുക. ഈ ഭഗവാനും ഭക്തനും ഒന്നാകുന്ന ഒരു സന്നിധിയാണ്. അത്ര പവിത്രമായി, അത്ര പരിപാവനമായി കാണേണ്ട ഒരിടത്ത് അവിടെ നടന്നു വന്ന സംഭവ വികാസങ്ങൾ ഒരിക്കലും ഇനി ആവർത്തിക്കാൻ പാടില്ലാത്ത സംഭവ വികാസങ്ങൾ അതുതന്നെയാണ് ഇവിടെ വലിയ പ്രതിസന്ധികൾ തീർത്തത്. ഇന്ന് ഹൈക്കോടതി അക്കമിട്ട് ചോദിച്ച ഓരോ ചോദ്യങ്ങളും മണ്ഡലകാലം തുടങ്ങുന്നതിന് 10 ദിവസം മുമ്പ് നമ്മൾ ഈ അക്കമിട്ട ഈ ചോദ്യങ്ങളൊക്കെ തന്നെ ചോദിച്ചാണ്. അന്ന് പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ പരിഹാരമാകും, പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുകയാണ് എന്നായിരുന്നു ദേവസ്വം ബോർഡിൻ്റെ മറുപടി. തുടക്കത്തിൽ ശബരിമലയിൽ നട തുറന്ന ആ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതാണ്. വരുന്ന വഴികളിൽ വെള്ളമില്ല, വെളിച്ചമില്ല, ഭക്തർക്ക് അടിസ്ഥാന സൗകര്യമില്ല, ശൗചാലയങ്ങളില്ല. ഈ കാര്യങ്ങൾ കൃത്യമായി തന്നെ ഈ ജനൻ ഡിബേറ്റ് 1.5 മണിക്കൂർ വിശദമായി തന്നെ ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. പക്ഷേ അന്ന് പോലും ഒരു കൃത്യമായ ഒരു ഇടപെടൽ നടത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അവരുടെ പ്രതികരണങ്ങൾ ആരായുമ്പോൾ പറയുന്നത് എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്, തീർത്ഥാടകരിങ്ങ് വന്നോട്ടെ എന്ന് മാത്രമാണ് അവരൊക്കെ തന്നെ പറയുന്നത്. പ്രായോഗിക തലത്തിൽ എല്ലാവിധ ക്രമീകരണങ്ങളും ഒരുക്കി എന്ന് പറഞ്ഞിരിക്കുന്ന ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് തന്നെയാണ് പറഞ്ഞത്. ശബരിമലയിൽ ഏറ്റവും ഭയാനകരമാകുന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന ഒരു കാഴ്ച. തൊട്ട് ഇപ്പുറത്ത് കുഞ്ഞു മാളികപ്പുറങ്ങളുടെയും അതോടൊപ്പം തന്നെ കുഞ്ഞയ്യപ്പന്മാരുടെയും കരച്ചിൽ, ആ വിലാപങ്ങൾ, അതൊക്കെ തന്നെയായിരുന്നു ഈ സന്നിധാനത്തെ അശാന്തമാക്കിയിരുന്നത്. ആ ഒരു കാഴ്ചകൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ തിരക്ക് നിയന്ത്രണം, ആ ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം. ഇപ്പോൾ തിരക്ക് നിയന്ത്രണം ഏകദേശം പഴയൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും വലിയ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട NDRFന്റെ സംഘം കൂടി വിചാരിച്ചാൽ നടക്കാവുന്നതേ ഉള്ളൂ നിയന്ത്രണമൊക്കെ. അത് ചെയ്തില്ല എന്നാണ് ഇപ്പോൾ തെളിയുന്നത്. അതായത് ഹൈക്കോടതി പറയേണ്ടത് പറഞ്ഞപ്പോൾ അനുഭവിക്കേണ്ടതൊക്കെ പോലീസും ദേവസ്വം ബോർഡും അനുഭവിച്ചപ്പോൾ കാര്യങ്ങൾ പിടികിട്ടി വളരെ പെട്ടെന്നെല്ലാം പഴയപടിയിലേക്ക് വരുന്നു എന്നാണോ? തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ എന്തായാലും തിരക്ക് തിങ്ങി നിറഞ്ഞിരുന്ന ഫ്ലൈ ഓവർ പൂർണ്ണമായും കാലിയാകുന്നൊരവസ്ഥയിലേക്ക്, അതോടൊപ്പം തന്നെ വരുന്ന വഴികളിൽ ഇപ്പോഴും തിരക്കുകൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകാൻ പോകുന്ന നിലയ്ക്കലാണ്. നിലവിൽ സന്നിധാനത്ത് ഈ പ്രശ്നങ്ങൾ മറികടക്കാൻ ഇവർ ചെയ്യുന്ന ഏക മാർഗം അങ്ങ് പമ്പയിലും നിലയ്ക്കലും ഒക്കെ തന്നെ തീർത്ഥാടകരെ തടഞ്ഞിടുന്ന ഒരു സാഹചര്യം. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി NDRF സംഘം സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവ വികാസങ്ങൾ, ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ, അത് തന്നെയായിരുന്നു ഇവിടെ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. എന്തായാലും 30 പേരടങ്ങുന്ന സംഘമാണ് ആദ്യഘട്ടത്തിൽ സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ 4ാമത് ബറ്റാലിയൻ NDRF ചെന്നൈ ഹെഡ്ക്വാർട്ടർ ആയിട്ടുള്ള 4ാമത് ബറ്റാലിയൻ NDRFന്റെ റീജിയണൽ റെസ്പോൺസ് സെന്റർ തൃശ്ശൂരുണ്ട്. തൃശ്ശൂരിൽ നിന്നും ഒരു ടീമാണ് ഇന്നലെ നൈറ്റ് ഇവിടെ എത്തിയതും ഇന്ന് രാവിലെ മുതൽ ഡ്യൂട്ടിയിൽ എൻഗേജ് ആയിരിക്കുന്നതും. അതുകൂടാതെ NDRF ബറ്റാലിയൻ്റെ മറ്റൊരു ടീം ഇപ്പോൾ എൻ റൂട്ടാണ് ചെന്നൈയിൽ നിന്നും. ഇന്ന് മിഡ് നൈറ്റോടുകൂടി അവരിവിടെ റീച്ച് ആവുകയും ചെയ്യും. അതുകൂടാതെ 2 ടീം നാളെ മുതൽ NDRFന്റെ ഓൺ ഡ്യൂട്ടിയിലുണ്ടാവും. പൂർണ്ണമായ സജ്ജമാണ് ഈ തിരക്കൊക്കെ നിയന്ത്രിക്കാൻ അല്ലേ? നിലവിൽ പ്രശ്നമുള്ളൊരു സാഹചര്യം ഇല്ല, കൺട്രോളബിൾ ആണ്. അത് അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് പിൽഗ്രിംസ് എല്ലാം വിസിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവ വികാസങ്ങൾ, ഭക്തരൊന്നാകെ 18-ാം പടിക്ക് താഴേക്ക് എത്തുന്ന ഒരു സാഹചര്യം, അങ്ങനെ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ അപകടകരമാകുന്ന ഒരു അവസ്ഥയിലേക്ക് സന്നിധാനം മാറിയെന്ന്. ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ അല്ലേ? അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിന് ഇനിയിപ്പോൾ സാധ്യതയില്ല. കാരണം എല്ലാ സ്ഥലത്തും കൺട്രോളബിൾ ആണ്. ഈവൻ NDRF ആണെങ്കിലും നെക്സ്റ്റ് ഡേ ഇനി മറ്റ് സെൻട്രൽ ഫോഴ്സസും കൂടെ ഇവിടെ റീച്ച് ആവുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇനി എന്തായാലും തിരക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ലെവലിൽ ഉണ്ടാവത്തേ ഉള്ളൂ.
എന്തായാലും വളരെയധികം നന്ദി. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് NDRFിൻ്റെ സംഘം കൂടി ഇന്ന് ശബരിമല സന്നിധാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. തിരക്ക് നിയന്ത്രണം ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടതാണ് എത്രത്തോളം വലിയ പ്രതിസന്ധിയായിരുന്നു ശബരിമല സന്നിധാനത്ത് ഉണ്ടായിരുന്നത്. എല്ലായിടങ്ങളും ഭക്തരെ കൊണ്ട് നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയൊക്കെ ഉണ്ടാകുന്ന വീഴ്ചകൾ, ആ വീഴ്ചകളൊക്കെ തന്നെ ഇന്ന് അക്കമിട്ട് ഹൈക്കോടതി നിരത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ള വലിയൊരു പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികളൊക്കെ തന്നെ മറികടക്കാനുള്ള ഒരു ക്രമീകരണങ്ങളിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. കാരണം അത്ര ഭയാനകമായ ഒരു അന്തരീക്ഷമായിരുന്നു സന്നിധാനത്ത് ഉണ്ടായിരുന്നത്. ഇത് തുടക്കത്തിൽ തന്നെ ആദ്യ ദിവസം തന്നെ നമ്മൾ കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടിയതാണ്. പക്ഷേ ഇത്തരം ഒരു സംഭവം ഉണ്ടാകും വരെ ഉണർന്ന് പ്രവർത്തിക്കാത്ത ദേവസ്വം ബോർഡ്, അതോടൊപ്പം തന്നെ സർക്കാർ, ആ ഒരു വിഷയം തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ടതും. അത്ര വലിയ വീഴ്ചകൾ തന്നെയാണ് തുടക്കത്തിലുണ്ടായത്. ആ വീഴ്ചകൾ പരിഹരിച്ച് ഇനി മുന്നോട്ട് പോയില്ലെങ്കിൽ തുടക്കത്തിലുണ്ടായ ആ വലിയ പാളിച്ച, കുറ്റകരമായ അനാസ്ഥ, അത് കൃത്യമായി തന്നെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇനി ഏറ്റവും തിരക്കുള്ള ദിവസങ്ങളിലേക്കാണ് പോകേണ്ടത്. ഇനി ഏറ്റവും അടുത്ത് വരുന്നത് 12 വിളക്കാണ്. 12 വിളക്കിനും ശേഷം മലയാളികളായിട്ടുള്ള തീർത്ഥാടകരുടെ എണ്ണം ഗണ്യമായി തന്നെ വർദ്ധിക്കും. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് മണ്ഡലപൂജ, അതോടൊപ്പം തന്നെ മകരവിളക്ക്. ഈ സമയത്തൊക്കെ തന്നെ ഭക്തരുടെ അണമുറിയാത്ത ഒരു പ്രവാഹമായിരിക്കും കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാകുന്നു എന്നറിയുന്നതിൽ സന്തോഷം.